ഞാൻ ഈ അടുത്താണ് അറിയുന്നത് മീറാസികൾ എന്ന് പറയുന്ന ഒരു കുടുംബം ഉണ്ട് എന്ന്. ഹരിയാനയിലും ഉത്തർപ്രദേശിലും ഒക്കെ മീറാസികൾ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. അതൊരു കുടുംബമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കുലത്തൊഴിലാണ് കല്യാണം വിളിക്കുക എന്ന്. നമുക്കൊന്ന് ഊഹിക്കാൻ പോലും സാധിക്കാത്ത ഒരു ഒരു തൊഴിൽ നമ്മുടെ നാട്ടിൽ മുമ്പ് ഉണ്ടായിരുന്നു എന്നൊക്കെ ഇപ്പം ഞാൻ പലരോടും പങ്കുവെച്ചപ്പോൾ അത് എന്നോട് പറഞ്ഞു. അപ്പോൾ അതൊരു അവകാശമായിട്ട് കാണുന്നവർ അവകാശമല്ല, അതാണ് അവരുടെ ഒരു തൊഴിൽ. അപ്പോൾ നമ്മുടെ വീട്ടിലൊരു കല്യാണം ഉണ്ടെങ്കിൽ ആ ആ വീട്ടുകാരോട് പോയി പറഞ്ഞാൽ നമ്മൾ ആരൊക്കെയാണോ വിളിക്കാൻ ആഗ്രഹിക്കുന്നത് അവർ പോയി വിളിക്കും. അപ്പോൾ അതിന് നമ്മൾ ചെറിയൊരു എന്തെങ്കിലും ഒരു പേയ്മെൻറ്റ് കൊടുത്താൽ മതി. അതുമാത്രമല്ല, നമ്മുടെ വീട്ടിൽ വന്ന് ഒരു കല്യാണത്തിന് അവരുടെ ജീവിതവും സംസ്കാരവും വിപ്ലവങ്ങളും ഒക്കെ ഇങ്ങനെ നല്ല ഹാർമോണിയത്തിൽ വായിക്കുകയും പിന്നെ പാട്ട് പാടുകയൊക്കെ ചെയ്യും. അപ്പോൾ ഞാൻ അവരുടെ കൗതുകത്തിൻ്റെ പുറത്ത് ചോദിച്ചു, നിങ്ങൾ എത്രയാണ് ഇതിനൊരു പേയ്മെൻറ്റ് എങ്ങനെയാണ്? അപ്പോൾ എന്നോട് പറഞ്ഞത് ഞങ്ങൾ 100 രൂപയൊക്കെ കൊടുക്കും എന്നാണ്. അങ്ങനെയുള്ള കുറേ കഥകളിലേക്ക് നമ്മൾ എത്തിച്ചേരും. ഇതൊരു അവിചാരിതമായിട്ട് ഞാനൊരു ഗ്രാമത്തിൽ നിന്ന് കണ്ടുമുട്ടിയപ്പോൾ ഒരാൾ എന്നോട് പറഞ്ഞതാണ് ഈ കഥകൾ. സാംസ്കാരികമായ വൈവിധ്യങ്ങൾ ഞാൻ ഈ ഇത്തരം കല്യാണ വീടുകളിൽ നിന്നാണ് പ്രധാനമായിട്ടും കണ്ടത്. ഈ മീറാസികൾ തന്നെ ഇപ്പോൾ ഹരിയാനയിലാണ് അവരുടെ ഈ കുടുംബം എന്ന് പറയുന്നത്. അവരുടെ സാധാരണ ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിൽ കർഷകരാണ് കൂടുതൽ. കൃഷിയിടങ്ങളില്ലാത്തവരാണത്ര ഈ മീറാസികൾ എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് സ്വന്തമായി കൃഷിയിടങ്ങളില്ല, അതുകൊണ്ട് ജോലിയില്ല. അപ്പോൾ അവർ കണ്ടെത്തിയ ജോലിയാണിത്. അല്ല, ഈ തണുപ്പ് കാലത്ത് അതിരാവിലെയും വൈകുന്നേരങ്ങളിലും ഒരു പഞ്ചായത്ത് ഗർ എന്ന് പറയുമ്പോൾ ഒരു നമ്മുടെ നാട്ടിലെ ഒരു കൂട്ടായ്മ, ഒരു ക്ലബ്ബ് പോലെയൊക്കെയുള്ള അത്തരം സംവിധാനങ്ങൾ, ഒരു പുൽക്കുടിലുകളൊക്കെ ഉണ്ടാവാറുണ്ട് ഈ ഗ്രാമങ്ങളിൽ. ഹരിയാനയിലും ഉത്തർപ്രദേശിലും ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ ഗ്രാമങ്ങളിലുള്ള പ്രായമായ കാരണവന്മാരും ചിലപ്പോൾ ഇളം തലമുറയിൽപ്പെട്ട ആളുകളും യുവാക്കളും ഒക്കെ ഇവിടെ വന്നിരിക്കും. അവരൊരു ചെറിയ ഹുക്കൊക്കെ വലിച്ച് പിന്നെ നടുവിൽ ഈ ചാണകത്തിൻ്റെ പിന്നെ അതിന് ചാണകം കൊണ്ട് നിർമ്മിക്കുന്ന വിറക്, ഇപ്പോൾ ഗോബർ കേക്ക്, അതുകൊണ്ടൊക്കെ തീ കാഞ്ഞ് കുറേ സമയം അവിടെ വന്നിരിക്കും. കുറേ ആളുകൾ പാട്ടുപാടും, കുറേ അവരുടെ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കും. അങ്ങനെയുള്ള ചില കാഴ്ചകളും